ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടുള്ള കർത്താവിൻ്റെ മുമ്പിൽ നാം ഏവരും ഈ ഒരു സൺഡേയും വന്നിരിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമിടയാക്കി. കഴിഞ്ഞ പല ആഴ്ചകളായിട്ട് പല മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴമേറിയ ദൈവവചന പഠനങ്ങൾ നടത്തുന്ന ഒരു സഭയാണ് എന്ന് ഞാൻ യൂട്യൂബിലൂടെയൊക്കെ പലതും കേൾക്കുവാനായിട്ട് ഇടയായി, പല മെസ്സേജസും. ഇന്ന് ദൈവ മുൻപാകെ കുറച്ചൊന്ന് ദഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ രീതിയിലൊരു സന്ദേശം ആണ് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 29. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഫോർ അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നാം കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്നേഹവാനായ ദൈവത്തെക്കുറിച്ചും കൃപ നിറഞ്ഞ ദൈവത്തെക്കുറിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്, ചിന്തകൾ വരാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ നാം മറക്കുവാനായിട്ട് പാടില്ലാത്ത ഒരു ദൈവത്തിൻ്റെ സ്വഭാവമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. ദൈവം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വളരെ സീരിയസ് ആയിട്ട് എബ്രായ ലേഖനകാരൻ ദൈവാത്മാവിനാൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ നമ്മുടെ ദൈവം. നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് ആയിക്കോട്ടെ, ഏതൊരു പ്രാർത്ഥന ആയിക്കോട്ടെ, ആ ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഇന്ന് ചിന്തിക്കണം. ഈ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും നമുക്കത്ര മനസ്സിലാകത്തില്ല. ഇസ്രായേൽ മക്കളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. യാഗം കഴിക്കുന്നവരോട് പറഞ്ഞാലും അവർക്ക് പണ്ടുള്ള കാലത്ത് യാഗം കഴിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായി അറിയാം. നമുക്കിപ്പോൾ മനസ്സിലാകാൻ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തൈക്കാട് ഒരു ശ്മശാനമുണ്ട് ഗവൺമെൻറ്റിൻ്റെതായ. അവിടെ ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ദഹിപ്പിക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അവിടെ വിത്തിൻ സെക്കൻഡ്സ് ആ ബോഡി വെച്ച് കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്യും. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് വരും. വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബോഡി എത്ര തടി ഉള്ളവനായിക്കോട്ടെ, തടി കുറഞ്ഞവനായിക്കോട്ടെ, എത്ര വെയിറ്റ് ഉള്ളവനായിക്കോട്ടെ, ആരോഗ്യമുള്ളവരായിക്കോട്ടെ, അവർ ഒന്നുമില്ലാതെയായി ചാമ്പലായി അവസാനം ഇവർ എഴുതി കൊടുത്തിട്ടുണ്ടാവും ഇന്ന കുറച്ച് സാധനം വേണം ബാക്കി എന്ന് പറഞ്ഞ് കുറച്ചൊരു പാത്രത്തിലോ എന്തോ സംതിങ് കൊടുത്തു വിടും. ഇതാണ് ഈ ലോകത്തിലുള്ള ഇലക്ട്രിക് കണക്ഷൻ്റെ ശക്തി പോലും. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വന്നിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുകയാണ്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ തീഷ്ണത, അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ തീയുടെ സ്ട്രെങ്ത് എത്ര വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിന് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു സീരിയസ്നെസ്സോടുകൂടി ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. പല ആവർത്തി നമ്മൾ ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. എന്നാൽ ഓരോ സമയവും ആവർത്തന വിരസത നമ്മുടെ മുമ്പാകെ വന്നു പോകാതിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആയതിനാലാണ് ഞാൻ ആ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ദൈവവചനത്തിലേക്ക്, എൻ്റെ വിഷയം ഇതല്ല എങ്കിലും ദൈവവചനത്തിൽ ദൈവാത്മാവ് പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുവാൻ, അതിനനുകൂലമായി പ്രതികരിക്കുവാൻ, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുവാനായിട്ട് ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ സീരിയസ്നെസ്സോടുകൂടി, ആ ഒരു ബഹുമാനത്തോടും ഭക്തിയോടും കൂടി ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ കർത്താവെ, ദഹിപ്പിക്കുന്ന അഗ്നിയായ ഞങ്ങളുടെ ദൈവത്തിന് മുമ്പാകെയാണ് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ പുറകിലിരിക്കുന്നവരായിരിക്കാം, മുമ്പിലിരിക്കുന്നവരായിരിക്കാം, നടുവിലിരിക്കുന്നവരായിരിക്കാം, അതിനൊന്നും ഒരു വിഷയവുമില്ല. കർത്താവെ, അങ്ങ് എല്ലാവരെയും കാണുന്ന ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കണ്ണ് തീഷ്ണതയുള്ള കണ്ണാണ്.
അങ്ങ് എല്ലാ ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് സഹായിക്കണമേ. ഈ ഒന്നുമില്ലാത്ത ഞാനിവിടെ നിൽക്കുമ്പോൾ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരും തുല്യരാ, ഞങ്ങൾ ആർക്കും ശക്തിയില്ലാത്തവരാണ്. ഇന്നത്തെ വചനം കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമുള്ളതായി തീരുവാൻ, അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എബ്രായ ലേഖനം കഴിഞ്ഞ് യാക്കോബിൻ്റെ ലേഖനത്തിലേക്കാണ് ഇന്നത്തെ ചിന്ത ഞാൻ ഇന്ന് എടുക്കുവാനായിട്ട് ഉദ്ദേശിക്കും. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഈ വിഷയം തന്നെയാണോ എന്ന് ദൈവാത്മാവിനാൽ ചോദിക്കുകയുണ്ടായി. പല ആവർത്തി ചിന്തിച്ചിട്ടാണ് ഈ വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പല ആവർത്തി ഇത് പഠിച്ച് ഇതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചും അറിയുന്നവരാണ് ഈ കേൾക്കുന്നവരെന്ന് ഞാൻ വിചാരിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ ഒന്ന് പ്രാരംഭത്തിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 14 and 15. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഏത് തോട്ട് പ്രോസസ്സിലാണ് പോകുന്നത് എന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം നടക്കുകയുണ്ടായി. ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, UP-യിൽ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, 29 വയസ്സുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ ഇട്ടിട്ട് അനേകം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? ഈ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഓരോ അക്കൗണ്ടുകളിൽ നിന്നും, പല അക്കൗണ്ടുകളിൽ, സാധാരണയായിട്ട് ഉപയോഗിക്കാത്ത പല അക്കൗണ്ടുകളിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ താന് അവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുവാനായിട്ട് താൻ തുടങ്ങി. ഇങ്ങനെ തുടങ്ങി 2025-ലാണ് ഈ കേസ് വരുന്നത്. ഇത് 25-ൽ ഒരു വ്യക്തി കൊണ്ട് കേസ് കൊടുത്തു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് റേസ് ചെയ്തു. അങ്ങനെയാണ് അവസാനം ഇത് കണ്ടുപിടിക്കുകയും ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കി ഏകദേശം 60 മുതൽ 65 ലക്ഷം വരെ എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും പുള്ളി എടുത്തതായിട്ട്, അതായത് മുഴുവനായിട്ട് എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് പുള്ളി ഒരുമിച്ച് ഒരു വലിയ ഒരു തുക ശേഖരിക്കുവാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മണക്കാട്, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വലിയ കവർച്ച നടന്നു. ഒരു സ്വർണം ഒരു വീട്ടിൽ നിന്ന് കവർച്ച ചെയ്യുവാനായിട്ട് ശ്രമിച്ചതായിട്ട് അത് പിന്നെ പോലീസ് കണ്ടെത്തുകയുണ്ടായി. അവർ ഒരു ഇൻസ്റ്റന്റ് കൊണ്ട് തന്നെ ആ മുഴുവൻ തുകയും, അല്ലെങ്കിൽ അത്രയും വലിയ വാല്യൂ കിട്ടണം എന്നുള്ള ആവശ്യത്തോടു കൂടി അവർ ആ തെറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ 2 തെറ്റിലും 2 കൂട്ടരും ചെയ്യുവാനായിട്ട് ശ്രമിച്ചത് മോഷണം തന്നെയാണ്, തെഫ്റ്റ് തന്നെയാണ്. പക്ഷെ രണ്ടും 2 രീതിയിലാണ് അവർ ശ്രമിച്ചത്. ഒരാൾ പല മാസങ്ങളായിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് അവർ ആലോചിച്ചു കൂട്ടി ആ കുറച്ചായിട്ട് ആ മോഷണം നടത്തിയെങ്കിൽ, മറ്റൊരു വ്യക്തി എന്ത് ചെയ്തു? ഒരേ സമയം തന്നെ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി ഈ ഒരു പണം സമാഹരിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുവാനായിട്ട് ശ്രമിച്ചു. പലപ്പോഴും പാപത്തിൻ്റെതായ സ്വഭാവവും ഈ രീതിയിലാണ്. ആ സ്വഭാവത്തിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത് വലിയ പാപത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ സീരിയസ്നെസ് നാം മനസ്സിലാക്കുക. ചിലപ്പോൾ ചില പാപങ്ങളാണെങ്കിൽ അത് ആ സമയം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിവീൽ ചെയ്യപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് പാപത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇത് രണ്ടിനും ഏതാണ് വലിയ പാപം, ഇതിലേതാണ് ചെറിയ പാപം, ഇതിലേതാണ് ചെറിയ മോഷണം, ഇതിലേതാണ് വലിയ മോഷണം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുമോ? ഞാൻ ഈ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഈ ഒരുപാട് കാലമെടുത്ത് ഉണ്ടാക്കിയെടുത്ത ആ മോഷണം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുവാൻ. കാരണം പുള്ളി റിപ്പീറ്റഡ് ആയിട്ട് ഈ തെറ്റ് പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. ഒറ്റ ഇവന്റിൽ നടക്കുന്ന പ്രോസസ് അല്ല, ആലോചിച്ച് പിന്നെയും തെറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെതായ സ്വഭാവം പലപ്പോഴും മനസ്സിലാക്കാതെ ലാഘവത്തോടു കൂടിയാണ് പാപത്തെ നമ്മൾ ഡീൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. പാപത്തെ അത് എല്ലാവരും ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തിലേക്ക് നാം വന്നിരിക്കുക. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്തുള്ള രീതിയിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ദൈവം നിഷ്കർഷിച്ചിട്ടുള്ള ഏതൊരു കാര്യത്തെയും കൽപ്പനകളെയും അതിനെ എഗനിസ്റ്റായിട്ട് ഏതൊരു വിശ്വാസി ചെയ്യുന്നതിനെയും പാപമെന്ന് തന്നെയാണ് ദൈവം അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതിനെ ഡൈല്യൂട്ട് ചെയ്യുവാനായിട്ട്, അതിന് കടന്നൊരു നിയമം വയ്ക്കുവാനായിട്ട് ദൈവം നമുക്ക് ആർക്കും ഒരു അധികാരവും നൽകിയിട്ടില്ല. ഒരു ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവം ഗോഡ് ഈസ് worrying most because saints are sinning more than sinners are sinning. പാപികൾ പാപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ വിഷമിപ്പിക്കുന്നത് വിശ്വാസികൾ പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. വിശ്വാസികൾ പാപം ചെയ്യുന്നത് ദൈവത്തെ കൂടുതൽ വിഷമിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. നമ്മൾ ഈ പാപത്തെ ഏത് രീതിയിലാണ് ടാക്കിൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്, ഏത് രീതിയിലാണ് അതിനെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്? സിൻ എന്നുള്ള ആ 3 ലെറ്റർ വേർഡ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന രീതിയിലല്ല നമ്മുടെ ഈ സഭയിൽ നിൽക്കുമ്പോൾ ഉള്ള വിഷയമല്ല. നമ്മൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, ഓഫീസുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആ സിൻ എന്ന് പറയുന്ന വേർഡിന് കൊടുക്കുന്ന ഡെഫിനിഷൻ പലപ്പോഴും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക, പലപ്പോഴും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കുക. Sin is a powerful 3-letter word because it separates us from the almighty powerful 3-letter word that is God. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ശക്തിയുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് സിൻ എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് അതിനെ കേട്ട് തഴമ്പിച്ച് പാപം എന്താണെന്ന് പോലും നമ്മൾ ഓർമ്മിക്കാത്ത ലെവലിലേക്ക് നമ്മുടെ അവസ്ഥകൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഒരു പാപവും ഇല്ലാത്തവരായിട്ട് ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പാപവും ചെയ്യാത്ത വിശുദ്ധന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത് സന്ദേശം കേൾക്കേണ്ട ഒരാവശ്യവുമില്ല. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ട് ദൈവം പറയുന്ന ഒരു വിഷയമാണ്. സിൻ ഈസ് ഓൾവേസ് സിൻ. അത് ദൈവം അതിനെ എഗനിസ്റ്റ് നിൽക്കുന്നതാണ്, ദൈവം അതിനെ തടയുന്നതാണ്, ദൈവം അതിനെ വെറുക്കുന്നവനാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ട് പാടില്ല. ഞാൻ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ പാപത്തിൻ്റെ സ്വഭാവങ്ങളിലേക്ക് തിരിയുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് അവിടെ പറയുന്ന ആ ഓരോ വാക്കുകളും അവിടെ പറയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ഭോഗത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ തന്നെ. ഓരോരുത്തൻ ഈച്ച് വൺ ഓഫ് യു, നിങ്ങൾ ഓരോരുത്തരും അതിൽ കൂട്ടമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർന്നൊന്നും അല്ല ദൈവം ഡീൽ ചെയ്യുന്നത്. അത് ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടാണ്, ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ടാണ് ദൈവം ഇതിൽ ഡീൽ ചെയ്യുവാനായിട്ട് പോകുന്നത്. അത് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒരു കുടുംബം മൊത്തം ചേർത്തുകൊണ്ട് അല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തൻ ചെയ്യുന്ന പാപത്തിന്റെ ഉത്തരവാദിത്വം അത് കുടുംബത്തിലോ ഭാര്യയോട് ചേർന്നോ ഭർത്താവിനോട് ചേർത്ത് നിർത്തിയോ അവൻ ചോദിക്കാനായിട്ട് പോകുന്നില്ല. ഓരോരുത്തൻ ചെയ്ത പാപം ഓരോരുത്തരോട് തന്നെ ദൈവം ചോദിക്കും. ഗോഡ് ഈസ് ഡീലിംഗ് ഇറ്റ് വിത്ത് പേഴ്സണൽ ഓരോ ഇൻഡിവിജ്വലിനോടാ ദൈവം ചോദിക്കാൻ പോകുന്നേ. അത് കഴിഞ്ഞ് ആ ഭാഗത്ത് പറയുന്നുണ്ട്, സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ട്. സ്വന്തം മോഹത്താൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു പാപം ചെയ്ത ഒരു വ്യക്തിയോട് ചോദിക്കുക, എന്താ ഇങ്ങനെ ചെയ്തത്? അവനൊരു പക്ഷെ പറയും, എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിരുന്നു, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നത് കൊണ്ടാ, മറ്റേയാൾ എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ടാ ഞാനിത് ചെയ്തതെന്നൊക്കെ പറയാറുണ്ടല്ലേ. പ്രിയമുള്ളവരെ, ഏത് പാപവും ദൈവവിശ്വാസി ചെയ്യുന്നത്, ഏത് പ്രലോഭനത്തിൽ ഒരു വിശ്വാസി വിടുന്നതിനുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ ബ്ലെയിം ആരുടെ മേലും കൊണ്ട് ഏൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുത്. അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്ത വ്യക്തിക്ക് മാത്രമാ. സാഹചര്യത്തെ ബ്ലെയിം ചെയ്യുവാനായിട്ട് ദൈവം ആരെ ഏൽപ്പിച്ചിട്ടില്ല, അത് ചെയ്യുവാനായിട്ട് കഴിയത്തുമില്ല. അത് ആ വ്യക്തിയുടെ തന്നെ ഉത്തരവാദിത്വമാണ്.
അത് കഴിഞ്ഞ് പറയാ അത് വശീകരിക്കപ്പെടുന്നതാണ്, ആകർഷിച്ച് വശീകരിക്കപ്പെടുന്ന പാപം എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, പാപത്തിന് ആ ശക്തിയുണ്ട്, ആ വശീകരിക്കുന്ന ഒരു ശക്തി പാപത്തിനുണ്ട്. ഇത് സദൃശവാക്യമാണെന്ന് തോന്നുന്നു. 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാള അതിന്റെ യജമാനന്റെ പുറകെ പോകുന്നുണ്ടല്ലോ, അതുപോലെയാണ് ഒരു മനുഷ്യൻ പാപത്താൽ ആകർഷിക്കപ്പെട്ടിട്ട് പോകുന്നത്. അതിനൊരു ആകർഷണ ശക്തിയുണ്ട്. അത് നമ്മൾ അറിയാതെ ഒന്നും സംഭവിക്കുന്നതല്ല, നമ്മുടെ മോഹത്താൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ പഠിപ്പിക്കാനും നെഗോഷിയേറ്റ് ചെയ്യുവാനായിട്ട് ദൈവത്തിന് മുമ്പാകെ നിൽക്കുക. ഇത് സിന്നാണെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലുള്ള വാക്യം എടുത്തിട്ട് അതിനെ നെഗോഷിയേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ദൈവം ഒരിക്കലും പൊറുക്കുന്ന കാര്യമല്ല ഈ ദൈവത്തിനെതിരെ പാപം ചെയ്യുക എന്ന് പറയുന്നത്. ഞാനിങ്ങനെ അതിന്റെ ഉദാഹരണങ്ങൾ നിരത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പാപത്തിന്റെ ശക്തി ഇന്ന് സഭകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭകൾക്ക് തലവേദനയായി മാറുന്നത് പാപങ്ങളാണ്. വ്യക്തികളുടെ ജീവിതത്തിലുള്ള പാപങ്ങളാണ് സഭയ്ക്ക് തലവേദനയാകുന്നത്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. സഭകളിൽ മൊത്തമായിട്ട് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല ഇന്ന് സഭയുടെ പ്രശ്നം. സഭയുടെ പ്രശ്നം വ്യക്തികൾ പാപം ചെയ്യുന്നതിലാണ്, വ്യക്തികൾ ദൈവത്തെ അനുസരിക്കാത്തതിലാണ്, വ്യക്തികളുടെ ജീവിതങ്ങളിൽ പാപം നിറയുന്നത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തില് നമുക്കറിയാം സംഭവം എന്താണെന്നുള്ളത്. കയീന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ദൈവം ഹാബേലിനോട് സംസാരിച്ചതായിട്ടുള്ള വാക്യം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ദൈവം ഹാബേലിനോട് സംസാരിച്ചിട്ടുള്ളത്, പക്ഷെ കയീനോട് അതിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7, ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിനാൽ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. നമുക്കറിയാം കയീന്റെ സംഭവം, ഹാബേലിന്റെ സംഭവം എന്താണെന്ന് അറിയാം. തന്റെ സ്വന്തം സഹോദരനെ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് ദൈവം കൊടുക്കുന്ന വാണിംഗ് ആണ് ഈ വായിച്ച വാക്യം എന്ന് പറയുന്നത്. ആ വാക്യത്തിൽ പറയുക, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകില്ല, മാത്രമല്ല പാപം വാതിൽക്കൽ കിടക്കുന്നു. എന്താ പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, പാപത്തിന് പ്രഷറൈസ് ചെയ്ത് നിങ്ങളെ നിർബന്ധിച്ച് എന്തെങ്കിലും പാപം ചെയ്യിപ്പിക്കുവാനുള്ള കഴിവ് ആ പാപത്തിനില്ല. പാപം വാതിൽക്കൽ കിടക്കും. എപ്പോഴും എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? നിന്റെ ഒരു സമ്മതം കിട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക, നിന്റെ ഒരു അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. അതൊരിക്കലും പ്രഷറൈസ് ചെയ്ത് നിന്റെ അകത്ത് കയറി നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നില്ല. അത് നീ തന്നെ അനുവാദം കൊടുത്താൽ മാത്രമേ അത് നിന്റെ ജീവിതത്തിലേക്ക് കയറത്തുള്ളൂ. പ്രിയമുള്ളവരെ, ആ പാപം ഒരിക്കലും നമ്മെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കുവാനായിട്ട് പോകുന്നത്, അത് വാതിൽക്കൽ കിടക്കുക. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ്, ഈ ട്രാൻസ്ലേഷൻ ഞാൻ കാണുന്നത്, സിൻ ഈസ് ക്രൗച്ചിങ് അറ്റ് ദ ഡോർ. ക്രൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്നവർക്കറിയാം എന്തായി ക്രൗച്ചിങ്. ക്രൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സിംഹമോ അല്ലെങ്കിൽ പുലിയോ അങ്ങനെയുള്ള ജന്തുക്കൾ അവരുടെ പ്രേ അല്ലെങ്കിൽ അവരുടെ മാനോ അതുപോലുള്ള സാധനങ്ങളെ പിടിക്കാനായിട്ട് പതുങ്ങിയിരിക്കുന്ന ആ പ്രോസസ്സിലാണ് ക്രൗച്ചിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ ആക്രമിക്കുവാൻ ഏത് സമയം വരുമോ അതിന്റെ ആപ്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിൻ എന്ന് പറയുന്നത്. എപ്പോൾ നിന്നെ ഡിഫീറ്റ് ചെയ്യാമെന്ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ആ സിൻ. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലല്ലേ, നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല. എൻ്റെ മുമ്പിൽ കിടക്കുന്ന ആ പാപം, എൻ്റെ മുമ്പിലുള്ള പാപം, എനിക്ക് വീഴുവാൻ സാധ്യതയുള്ള കാര്യം ദൈവം വാണിംഗ് മുന്നറിയിപ്പുകൾ തന്നാലും ദൈവത്തെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക.
അത് യാക്കോബിന്റെ ലേഖനം 1:14-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അത് വശീകരിക്കുവാനായിട്ട് പാകത്തിലുള്ളതാ. എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്നറിയാവോ? മീൻപിടുത്തക്കാരൻ ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ശൈലിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ മീനിന് അറിയില്ല ഇത് കൊത്തിയാൽ അപകടമാണെന്ന് മീനിന് അറിയത്തേ ഇല്ല. പക്ഷെ ആ മീൻപിടുത്തക്കാരനറിയാം ഏത് ഇരയിട്ടാൽ ഏത് മീന് കിട്ടുമെന്നറിയാം, ഏത് സ്ഥലത്തിട്ടാൽ ഈ മീനിനെ കിട്ടുമെന്ന് ആ മീൻപിടുത്തക്കാരനറിയാം. പ്രിയമുള്ളവരെ, ഇത്രയും വിഷമുള്ള, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയമാണ് സിൻ എന്ന് പറയുന്നത്. ആർ വി സീരിയസ് അബൌട്ട് സിൻ? നമ്മൾ ദൈവത്തെക്കുറിച്ചൊക്കെ അനേക കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് തടയുന്നതിന് വേണ്ടി നമ്മൾ ഒരു പട്ടാളക്കാരനെ പോലെ ജാഗരൂകനായിട്ട് ഇരിക്കുന്നുണ്ടോ? അതിന് പെർമിഷൻ കൊടുക്കാതെ, അതിൻ്റെ വശീകരണത്തിന് കീഴ്പ്പെടാതെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? കയ്യിന് കീഴടക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിനാ ഇത് പറയുന്നതെന്ന്. എനിക്കും അറിയത്തില്ല. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും പാപത്തിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിശ്വാസികൾ പാപത്തിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും ഒരേ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതിൽ നിന്ന് എഴുന്നേൽക്കണം, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. Sin is dangerous. Sin is not to visit you but to rule you. നിന്നെ അടിമപ്പെടുത്താനായിട്ടാണ് സിൻ വന്നിരിക്കുന്നത്. നിന്നെ ഒരിക്കലും കണ്ട് ഒരു പ്രാവശ്യം ചെയ്താൽ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം സംസാരിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പോകുവാനായിട്ട് പറ്റത്തില്ല. It will not visit you, it will rule you. നിങ്ങളെ ഭരിക്കുവാനായിട്ടാണ്, കീഴടക്കുവാനായിട്ടാണ് ആ സിൻ വന്നിരിക്കുന്നത്. വളരെ സീരിയസ് ആയ വിഷയമാണ് പ്രിയമുള്ളവരെ. ദൈവം പറയുക, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുമ്പോഴും ഞാൻ പറയട്ടെ, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുക, അതിന് തക്കതായ വാണിംഗ് ദൈവം തന്നിരിക്കുക. സ്വന്തം മോഹത്താലാണ് നീ പോകുന്നേ. രണ്ടാമത്തെ വിഷയത്തിലോട്ട് രണ്ടാമത്തെ ഉദാഹരണത്തിലോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള ഉദാഹരണമാണ്. ശിംശോന്റെ ഉദാഹരണം. ന്യായാധിപന്മാർ 13-ാം അധ്യായം, അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ ഈ ശിംശോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വളരെ നല്ല തുടക്കമായിട്ടാണ് ശിംശോൻ ജനിക്കുകയും അവൻ അതിനായിട്ട് ദൈവം ഒരു വലിയ മിഷനോടുകൂടി ദൈവം അവനെ ആക്കി വയ്ക്കുക, ന്യായപാലനം ചെയ്യുവാനായി. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യം ഈ സദസ്സിലില്ല എന്ന് എനിക്കറിയാം. പല ആവർത്തി ദൈവസന്നിധിയിൽ പല പാപങ്ങൾ ദൈവസന്നിധിയിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയ ശിംശോനെ നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ. 13-ാം അധ്യായത്തിൽ ജനിക്കും മുമ്പേ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മനോഹയും ഭാര്യയും പ്രാർത്ഥിച്ച് ജനിച്ച ഒരു കുഞ്ഞ്. വളരെ നല്ലൊരു ബിഗിനിങ് ആയിരുന്നു അവന് കിട്ടിയത്, വളരെ നല്ലൊരു ഗൈഡൻസ് അവന് കിട്ടി. പക്ഷേ അവൻ അത് കഴിഞ്ഞിട്ട് അവൻ തിമ്നയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞിട്ടാണ് അധ്യായം പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത്. ഓരോ സ്റ്റെപ്പും ദൈവസന്നിധിയിൽ ഇറങ്ങി പോകുന്ന, താഴോട്ട് തന്റെ അവസ്ഥ നിലംപതിച്ചു പോകുന്ന ശിംശോനെ നാം കാണുന്നുണ്ട്. പല ആവർത്തി അവന് വാണിംഗ് കിട്ടിയിട്ടുണ്ട്, പല ആവർത്തി അവനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മാതാക്കൾ ത്രൂ അവന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അവൻ അതെല്ലാം അവഗണിച്ച് പാപത്തിലേക്ക് ചെന്ന് എവിടെയാണ് ചെന്ന് വീണേ? ആ ദലീലയുടെ ആ മടിയിലേക്ക് ചെന്ന് വീണ ആ ഒരു ശിംശോനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ആ ദലീലയുടെ മടിയിലേക്ക് ചെന്ന് വീണു എന്ന് പറയുന്ന 16-ാം അധ്യായം 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 19. അവിടെ ഇങ്ങനെയാണ് ദൈവാത്മാവ് എഴുതിയിരിക്കുന്നത്. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി.
അതുവരെയും അവൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, അവന് കൊടുത്തിരുന്ന പ്രത്യേക വരം, ദൈവം നൽകിയിരുന്ന കഴിവ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ കഴിവിനെ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശിംശോൻ എത്തുകയാണ്. ആ പാപത്തിൽ വീണതുകൊണ്ട്, ആ പാപത്തിൽ തുടർന്നത് കൊണ്ട് അവന് പിന്മാറുവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൻ പിന്മാറാതെ ദലീലയുടെ മടിയിലേക്ക് ചാഞ്ഞത് കാരണം അവന് ഉണ്ടായ പ്രശ്നങ്ങളാണ്. അവൻ്റെ ശക്തി പോയി, അവൻ്റെ ശക്തി പിന്നെ ഇല്ലാതെയായി. പ്രിയമുള്ളവരെ, ഈ പാപത്തിന്റെ മറ്റൊരു സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മളെ ഒരിക്കലും ശക്തിപ്പെടുത്താത്ത ഒന്നാണ് ഈ പാപം എന്ന് പറയുന്നത്. ഇറ്റ് ഓൾവേസ് ഡീഗ്രേഡ്സ് യുവർ സ്ട്രെങ്ത്. നമ്മുടെ ശക്തിയെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് പാപം. ആരെങ്കിലും പാപം ചെയ്തിട്ട് ദൈവസന്നിധി ഞാൻ ബലപ്പെട്ടു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞവരെ കേട്ടിട്ടുണ്ടോ? ആത്മീയമായി പ്രയോജനം എനിക്കുണ്ടായി എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് കള്ളം മാത്രമേ ആകത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ ഡീഗ്രേഡ് ചെയ്യുവാൻ, നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പാപം എന്ന് പറയുന്നത്. അവന്റെ ശക്തി അവനെ വിട്ടുപോയി എന്നാ പറയുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമല്ലേ? സിൻ ഗ്രോസ് സൈലന്റ്ലി ബിഫോർ ഇറ്റ് കിൽസ് പബ്ലിക്ലി. അത് സൈലന്റ് ആയിട്ടാണ് അവന്റെ ജീവിതത്തിൽ കയറി വന്നത്. അവൻ കോംപ്രമൈസ് ചെയ്ത് ഓരോ പടികളായിട്ട് അവൻ വർദ്ധിച്ചു വരികയാണ് ആ പാപത്തിൽ. അവസാനം അവൻ എന്താ പറ്റിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്താ പറ്റി? അവനെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് അവിടെ അരി ആട്ടുവാനായിട്ട് എത്ര നാളുണ്ടായിരുന്നു? ഒരു ദിവസം. എത്ര നാൾ അവൻ ഈ വേദനയിലൂടെ കടന്നുപോയി? ഫെലിസ്ത്യർ അവനെ ഈ രീതിയിൽ പരിഗണിച്ച് ഈ രീതിയിൽ കൊണ്ട് ആക്കിയത് എത്ര നാളുണ്ടായിരുന്നിട്ടുണ്ടാവും? ഒരാഴ്ച. അതിനെ 16:19 ജഡ്ജസ് 22:16, അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 16:22. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. 21 മാവ് പൊടിച്ചുകൊണ്ടിരിക്കുന്ന ശിംശോനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് വളർന്നു തുടങ്ങി? മുടി പിന്നെയും വളരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ചയോ 2 ദിവസമോ 3 ദിവസമോ നടന്ന പ്രോസസ് അല്ല. അവനെ ഒരുപക്ഷെ 1, 2, 3 മാസങ്ങൾ അവനെ അവിടെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രയും ഹീനമായ രീതിയിൽ അവിടെ കാണുന്നുണ്ട്. അവനെ കളിപ്പാനായിട്ട് കൊണ്ടുവന്നു. അവൻ കളിച്ച ശേഷം എന്ന് അവിടെ പറയുന്നുണ്ട്. എത്രയോ നിന്നാപാത്രമായിട്ട് ആ ശിംശോൻ അവിടെ മാറിത്തീർന്നു. അവന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു. നല്ലൊരു തുടക്കം കിട്ടിയ ശിംശോൻ ഏതവസ്ഥയിലായിരിക്കുന്നു? ശത്രുവിന്റെ കീഴിൽ കണ്ണുപൊട്ടലായിട്ട്, ഒരു ദർശനവുമില്ലാതെ, ആത്മീയ ദർശനമില്ലാത്തവനായിട്ട്, അവൻ ശക്തിയില്ലാത്തവനായിട്ട് അവിടെ അരിപൊടിക്കുന്നതായിട്ട്, ശത്രുവിന്റെ മാവ് പൊടിച്ചു കൊടുക്കുന്ന ഒരു അടിമയേക്കാൾ വിരോധമായിട്ട് അവൻ അവിടെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു തെറ്റിലേക്കാവും പോയെ. ആരെങ്കിലും അവനെ പിടിച്ചുകൊണ്ടുപോയി ഫെലിസ്ത്യര് ആക്രമിച്ച് അവനെ കൊണ്ടുപോയതാണോ? പിടിച്ചു കെട്ടിക്കൊണ്ട് പോയതാണോ? അവനെ പിടിച്ചഴിച്ച് അടിമയാക്കി അവർ കൊണ്ടുപോയതാണോ? യുദ്ധം ചെയ്തുവല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട്, ആകർഷിക്കപ്പെട്ടിട്ട് അവൻ പോയി ചെന്ന് നിന്ന സ്ഥാനമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഈ കയീന്റെ കേസിലായാലും ഈ ശിംശോന്റെ കേസിലായാലും നമ്മൾ കാണുന്ന രണ്ടിൻ്റെയും എൻ്റെ എവിടെയാ? നാശമാ, മരണമാ. മരണത്തെ പെറുന്നു എന്ന് നമ്മൾ വായിച്ചില്ലേ? മരണത്തിലേക്കാണ് അവർ പോയത്. കയീനെയും ആരും നിർബന്ധിച്ചില്ല. കയീൻ സ്വതവേ ചെയ്ത കാര്യമാ. ശിംശോനെയും ആരും നിർബന്ധിച്ചില്ല. ശിംശോൻ തനിയെ ചെയ്ത കാര്യമാ. അല്ലേ? ആരെയും ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ ശിംശോന്? കയീന് ആരെങ്കിലും ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? ആരെയും ബ്ലെയിം ചെയ്യാൻ? എന്തെങ്കിലും സാഹചര്യത്തിന്റെ പ്രശ്നം കൊണ്ടാണോ? അവൻ്റെ വീട്ടിലൊന്നും അല്ലല്ലോ ഇത് നടക്കുന്നത്. അവൻ അങ്ങ് കയറി ചെന്നതാ. പ്രിയമുള്ളവരെ, നമ്മൾ സിന്നിനെ, പാപത്തെ ലഘുവായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കരുത്. പാപത്തിന്റെ അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടി കാണണം. സിൻ കംസ് നോട്ട് ടു വിസിറ്റ് യു ബട്ട് ടു റൂൾ യു. സിൻ ഗ്രോസ് ഗ്രാജുവലി ഓർ സ്ലോലി ബട്ട് ഇറ്റ് കിൽസ് പബ്ലിക്ലി. നിങ്ങളെ പൊതുവിൽ അത് കൊല്ലുന്നവനാക്കി മാറ്റും. അത് എത്ര സമയമെടുക്കുമെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ അധികാരമില്ല. വലിയ വലിയ ദാസന്മാരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് വരുന്നത് ചിലപ്പോൾ അവരുടെ മരണശേഷമായിരിക്കാം. ഞാനിങ്ങനെ പറയട്ടെ, ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരും.
ദൈവത്തിന് മുമ്പേ സകലവും നഗ്നവും മലർന്നതുമായിട്ടിരിക്കുന്നു. ആരെയും ഒളിപ്പിച്ചു വെച്ച് ഇതൊന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ലെന്നേ എല്ലാവരുടെ മുമ്പേ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം വരും. Sin will kill you publicly. അത് പൊതുവിൽ നിങ്ങളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക്, മരണത്തിലേക്ക് എത്തിക്കും. ഞാൻ അവിടെ കൊണ്ട് അടുത്ത ഉദാഹരണത്തിലേക്ക് വേഗം പോകുവാനായിട്ട് ശ്രമിക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം, 1 Kings chapter 21. അതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 1 Kings chapter 21 verse 1 to 4. അതിനുശേഷം ഇസ്രായേലിയനായ നാബോത്തിന് ഇസ്രായേലിൽ ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചൂരത്തോട്ടമാക്കുവാൻ തരണം. അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണയമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞു. ഇസ്രായേലിനായ നാബോത്ത്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ച് കിടന്നു. ഈ ആഹാബിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആഹാബിന്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം. ഇവിടെ സിൻ തുടങ്ങുന്നത് എവിടെയാ? ഇവിടെ ആഹാബിന്റെ പാപം തുടങ്ങുന്നത് എവിടെയാ? വലിയ എന്തെങ്കിലും വിഷയത്തിലാണോ? ആ രാജാവായിരിക്കുന്ന ആഹാബിനൊരു ചെറിയൊരു ഡിസയർ അല്ലേ, ആഗ്രഹം തോന്നി. എന്താ ആഗ്രഹം? തൻ്റെ ആ കൊട്ടാരത്തിന് സമീപമുള്ള ആ സ്ഥലം ചീരത്തോട്ടമാക്കുവാൻ. ഇത്രേ ഉള്ളൂ അല്ലേ? ഒരു രാജാവ് മറ്റൊരു വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ആഗ്രഹമാണ്. ആ ഒരു ചെറിയ ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയ ആഹാബിന്റെയും കുടുംബത്തിന്റെയും പാപം എങ്ങോട്ടാ പോയി എത്തിയേ? അവന്റെയും അവന്റെ ഭാര്യയുടെയും അവന്റെ കുലങ്ങളുടെയും നാശത്തിലേക്കല്ലേ? എത്ര സീരിയസ് ആയിട്ടാ ദൈവം അതിനെ ഡീൽ ചെയ്തത്. നമ്മൾ ആ കുടുംബം അത് വായിച്ചു നോക്കണം, ആ ശിക്ഷ എന്താണെന്നുള്ളത്. നാബോത്ത് ആഹാബ് ഇങ്ങനെ കിടക്കുമ്പോൾ അതിനെ കൂട്ടുപിടിക്കാനായിട്ട് ആര് വരുന്നുണ്ട്? ഇസബേൽ വരുന്നുണ്ടല്ലേ, അവൻ്റെ ഭാര്യയായ ഇസബേൽ വരുന്നുണ്ട്. ഇസബേൽ വന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനത് നിനക്ക്, നീ ഒന്ന് ആഹാരം കഴിക്ക്, ഞാൻ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ചതിയിലൂടെ ആ സ്ഥലം ആഹാബിന്റെ പേർക്കാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന, അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അതിനു വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്ത്, അതിനുവേണ്ടി പ്രൊവോക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കും ദൈവം ശിക്ഷ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം ഞാനിപ്പോൾ വായിച്ചു തരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 21 അധ്യായം 25 വാക്യത്തിൽ ദൈവം പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുക. 21 അധ്യായം 25 വാക്യം, എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ ഇതിനായി ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ആഹാബിന്റെ പാപത്തെ ദൈവം പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആഹാബ് തന്നെ വിറ്റുകളഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞേ, വിറ്റുകളഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാ, ആ തെറ്റ് ചെയ്യുവാനായിട്ട് ഭാര്യ ഇസബേൽ അവനെ അതിനായിട്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എനിക്ക് തോന്നുന്നു നിയമവ്യവസ്ഥയിലും പ്രേരണാ കുറ്റം എന്ന് പറയുന്ന, ആത്മഹത്യ പ്രേരണ കുറ്റം, ഇങ്ങനെ പല പ്രേരണാ കുറ്റം ചുമത്തുന്നവർക്കും ശിക്ഷയുണ്ട്, പ്രേരിപ്പിക്കുന്നവർക്ക്. ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നത് പോലെ തന്നെ സീരിയസ് ആണ് പാപത്തിന് വേണ്ടി നമ്മൾ അവരെ ഉത്സാഹിപ്പിക്കുന്നത്. പാപം ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ ഡയറക്റ്റ്ലി നമ്മൾ അവിടെ ഉണ്ടായി എന്ന് വരത്തില്ലായിരിക്കാം, പക്ഷെ പുറകിൽ നിന്ന് അതിനുവേണ്ടി, പാപത്തിന് വേണ്ടി ഉത്സാഹിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അത് ആ പാപത്തിന് തുല്യം തന്നെയാ. അവിടെ പറയാ, ഇസബേൽ അവർ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ത് വലിയ വിഷയമാ ദൈവം അവിടെ പറയുന്നത്. അതിനുശേഷം അവർക്കുള്ള പണിഷ്മെന്റ് ഏലിയാവ് എന്ന് പറയുന്നുണ്ട്. എന്താ ഏലിയാവ് പറയുന്ന പണിഷ്മെന്റ്? നിന്റെ രക്തം
നിന്റെ രക്തം എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? നായ്ക്കൾ നക്കും. ഈ ആഹാബ് പിന്നെ അവിടെ ദൈവസന്നിധി താഴുമ്പോൾ ചെറിയൊരു കാര്യം ദൈവം വരുത്തി കൊടുക്കുന്നുണ്ട്. ഈ കുലത്തിൽ അല്ലെങ്കിൽ ഈ തലമുറയിൽ ആ ശിക്ഷ വരത്തില്ല, അടുത്ത തലമുറയിൽ ആ കുലം നശിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞിട്ട് ആഹാബിന് വന്ന ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ വേറൊരു ഭാഗത്ത്, അതിലെ 22-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള ഭാഗത്ത് ആഹാബിന് വന്ന അവസാനം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുക, ആഹാബ് യുദ്ധത്തിൽ വെച്ച് അറിയാതെ ഒരാൾ വില്ല് കൊലച്ച് ആഹാബ് അമ്പേൽക്കുകയും അവിടെ വെച്ച് അവൻ്റെ രക്തം വാർന്ന് അവിടെ സ്ഥലത്ത് വീഴുകയും നായ്ക്കൾ വന്ന് അവൻ്റെ രക്തം നക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനേക്കാൾ എത്രയോ ശോചനീയമായിട്ടാണ് ആ പാപത്തിന് വേണ്ടി ഒത്താശ ചെയ്ത, ആ പാപത്തിന് വേണ്ടി അവന് കൂട്ടുനിന്ന ആ ഇസബേലിന്റെ മരണം എന്നുള്ളത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം, 2 Kings chapter 9 verse 33 to 37. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, വായിച്ച് കേൾപ്പിച്ചു തരാം. അത് വളരെ സീരിയസ് ആയിട്ട് ദൈവം പറയുക. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അതിന് 34 മുതൽ വായിക്കാം. അവൻ ചെന്ന് ഭക്ഷണം കഴിച്ച് പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി, അടക്കം ചെയ്യുവിൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. ഇസബേലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറേ, ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് അവനോട് അത് അറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളയും, ഇത് ഇസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഇസബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകും എന്നിങ്ങനെ യഹോവ തിശ്ബിനായ ഏലിയാവെന്ന തൻ്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു. എന്ത് സീരിയസ് ആയ വിഷയമാ! ആഹാബിന്റെ രക്തം നായ്ക്കൾ കുടിക്കുമെന്നേ പറഞ്ഞോളൂ. അവനെ അടക്കം ചെയ്യാനായിട്ട് ഒരു ബോഡിയെങ്കിലും നേരെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ആ ഇസബേലിന്റെ ബോഡി പോലും ഇല്ല, കാരണം മാംസം മുഴുവൻ നായ്ക്കൾ തിന്നോണ്ട് പോയെന്നേ. അത്രയും വലിയ സീരിയസ് ആയിട്ടാണ് ദൈവം അതിനെ ഡീൽ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ സിൻ സ്റ്റാർട്ട്സ് ഫ്രം എ ജസ്റ്റ് മിയർ, ഒരു സ്മോൾ ഡിസയർ, ഒരു ചെറിയ ആഗ്രഹത്തിന്മേൽ നിന്ന് തുടങ്ങിയതാണിത്. ഒരു ചെറിയൊരു തോട്ടം വേണ്ടിയിട്ടൊരാഗ്രഹമാ. ഒരു രാജാവ് ഒരു തോട്ടം ചോദിച്ചതാ, ഒരാഗ്രഹം ചെറുതായിട്ടുണ്ടായതാ. എവിടെ ചെന്നാ നിന്നത്? അവന്റെ കുലം മുഴുവനും അവന് ശരിയായൊരു മരണം പോലും നേരെ ലഭിക്കുവാൻ കഴിയാതെയായി മാറി. പ്രിയമുള്ളവരെ, സിൻ സ്റ്റാർട്ട്സ് ഫ്രം എ ഡിസയർ ലീഡ്സ് ടു ഡിസാസ്റ്റർസ്. ഇത് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലല്ല, അനേകം തലമുറകളിലേക്ക് പോലും ഈ ശിക്ഷ ദൈവം വച്ചേക്കും. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഒരു ചെറിയ ആഗ്രഹം ദൈവസന്നിധിയിൽ ദൈവത്തിനെതിരായിട്ട് തുടങ്ങിയാൽ, നിന്നെ തന്നെ ദൈവത്തിനനുസരിച്ച് വിട്ടുകളയുവാനായിട്ട് ശ്രമിച്ചു എന്നാ പറയുന്നേ. അതിന് ശ്രമിച്ചാൽ ദൈവം നമ്മുടെ കുടുംബങ്ങളെ തകർക്കും, ദൈവം നമ്മുടെ തലമുറകളെ തകർക്കും. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഞാനിത് മുമ്പോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ 3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിരത്തി. ഒന്ന്, കയ്യിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. Sin will not visit you but to overrule you. Sin will start growing silently but it will kill you publicly. Sin starts from a desire but it will become a disastrous for you. ഈ പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? വളരെ വിശ്വാസിയായിട്ട് വിശ്വാസിയുടെ ഉടുപ്പ് വിട്ട് നമുക്ക് വരുവാനായിട്ട് കഴിയുമായിരിക്കും. ഏത് യോഗങ്ങളിൽ നമുക്കൊരു പക്ഷേ തോട്ട്സ് പറയാൻ കഴിയും, വചന ശുശ്രൂഷ എടുക്കുവാനായിട്ട് കഴിയും, പല കാര്യങ്ങൾ ദൈവസന്നിധി ചെയ്തെന്ന് കാണിക്കുവാനായിട്ട് പറ്റുമായിരിക്കും. ഞാനൊന്ന് പറയട്ടെ, വിശ്വാസികളായിട്ട് ചെയ്യുന്നവർ ചെയ്യുന്ന പാപമാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആണ് പ്രിയമുള്ളവരെ, വളരെ സീരിയസ് ആണ്. നമ്മൾ ആരെങ്കിലും പാപങ്ങളിൽ തുടരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വിട്ടുകളയുക, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ വരും. കുടുംബങ്ങളെ തകർക്കും, സഹോദരങ്ങളെ തകർക്കും. ഒരുപക്ഷെ സാധാരണ
ഈ കൺവിക്ഷനും ദൈവവചന വായനയിലും അല്ലെങ്കിൽ മെസ്സേജസ് കേൾക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുമായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആ പാപത്തിന്മേൽ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ കരഞ്ഞ റിലീഫായിരിക്കും നിങ്ങൾ മാനസാന്തരം എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ ഇമോഷൻസ് ആണ് മാനസാന്തരമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഗോഡ് ഈസ് നോട്ട് എ പെയിൻ കില്ലർ. ആ വേദന, ആ ഭാരം ഒന്ന് മാറി എന്ന് വിചാരിച്ച് നിങ്ങളെ മാനസാന്തരം പൂർണ്ണമായിട്ടില്ല. യു ഹാവ് ടു കട്ട് ദ ബ്രിഡ്ജസ്. ഏതാണോ നിനക്ക് പാപത്തിന് കാരണമായത് അത് മുറിച്ചു മാറ്റണം, അതിനെ ഇല്ലാതാക്കണം. ഒരു പക്ഷേ അതിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, മറ്റ് ആപ്പുകൾ ഒന്നെങ്കിലായിരിക്കാം, സംസാരങ്ങളായിരിക്കാം, കോണ്ടാക്ട്സുകളായിരിക്കാം. വളരെ സീരിയസ് ആയ വിഷയമാണ്. ഇന്നത്തെ സഭകളിൽ പാപം നുഴഞ്ഞു കയറുന്നതിനുള്ള കാരണം വ്യക്തി ജീവിതങ്ങളിൽ അതിൽ ദൈവത്തിന് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുവാനായിട്ട് തയ്യാറാവുന്നുണ്ടോ? ഡു നോട്ട് ക്രൈ ഓവർ യുവർ സിൻ ബട്ട് ടു ക്രൂസിഫൈ യുവർ സിൻസ്. നിങ്ങളുടെ പാപങ്ങളെ ക്രൂശിക്കണം. അതിന് മേലെ കരഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഏതായാലും ഇമോഷണൽ ഒരു റിലീഫ് കിട്ടിയത് കൊണ്ട് മാനസാന്തരമായെന്ന് തെറ്റിദ്ധരിക്കരുതേ. പലപ്പോഴും നമ്മുടെ മാനസാന്തരം സെൽഫ് പിറ്റിയിൽ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. നമുക്കെന്തോ പറ്റിപ്പോയി, അയ്യോ എനിക്കൊന്ന് സംഭവം, അത് ഇന്നത് ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിനാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. ആ പഴയ കാര്യങ്ങളിലോട്ട് പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാട്ടോ? മാനസാന്തരം എന്ന് പറയുന്നത് കേവലം ഇമോഷണൽ അല്ല, സെൽഫ് പിറ്റി അല്ല. അതുവരെ ആ പോയിന്റ് നമ്മൾ പലപ്പോഴും നിർത്തുകയാണ് മാനസാന്തരത്തെ. ദൈവസന്നിധിയിൽ കരയുന്നത് നല്ല കാര്യമാണ്. ആ ഇമോഷണലി റിലീഫ് ഉണ്ട്. പെയിൻ കില്ലർ ഏതെങ്കിലും അസുഖം ഭേദമാക്കിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും അസുഖം പെയിൻ കില്ലറിന് ഭേദമാക്കുവാനായിട്ട് കഴിയുമോ? അതിന് വേദന അല്പം കുറയ്ക്കുവാനായിട്ട് കഴിയും. ഗോഡ് ഈസ് നോട്ട് എ പെയിൻ കില്ലർ. ഹി ഈസ് അവർ ലോർഡ്. അവൻ കർത്താവാണ്. അവൻ കർത്തൃത്വം ഏറ്റെടുക്കണം. അവിടെയാണ് മാനസാന്തരം നടക്കുന്നത്. ദൈവം പെയിൻ കില്ലർ അല്ല. ദൈവം ഒരു സെഡേറ്റീവ് അല്ല. നമ്മുടെ വേദന ആശ്വാസം നൽകിയത് കൊണ്ട് മാനസാന്തരമായില്ല. ദൈവസന്നിധിയിൽ കരഞ്ഞത് കൊണ്ട് മാത്രമാ മാനസാന്തരമായില്ല. കട്ട് യുവർ ബ്രിഡ്ജസ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിലേക്ക് നയിച്ചതിനെ മാറ്റിക്കളയണം ജീവിതത്തിൽ നിന്ന്. നമ്മൾ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ ഒരാളെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. ആ വ്യക്തി, ഞാനിങ്ങനെ ചോദിക്കട്ടെ, അവൻ ആ പന്നികളുടെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എത്രയോ പേർ ആഹാരത്തെന്ന് ശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും, പിതാവിനോട് എന്ത് പറയുന്ന പറഞ്ഞ, സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ തന്നെ ഇരുന്നിരുന്നെങ്കിൽ എന്ത് പറ്റും? പലപ്പോഴും നമ്മുടെ മാനസാന്തരങ്ങൾ ഈ രീതിയിലാണ്. നമ്മൾ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റി, എന്നെ പാപം ദൈവത്തിൽ നിന്ന് അകറ്റി എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതിന്മേൽ കരയാനും ഞാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ പിന്നെയും അവിടെ തന്നെ ഇരിക്കുക. ആ ബന്ധങ്ങളൊന്നും മാറ്റുവാനായിട്ട് തയ്യാറല്ല. ആ കൂട്ടുകെട്ടുകളൊന്നും മാറ്റുവാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മൾ പറയില്ല, മുടിയനായ പുത്രൻ എന്ന് പറയുന്നവൻ, അവൻ്റെ കാൽച്ചുവടുകൾ തൻ്റെ പിതാവിലേക്ക് നടക്കുവാനായിട്ട് അവൻ ഇടയാക്കി. അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നടക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും, ഈ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെടുന്നത് നിങ്ങളുടെ പാപങ്ങളെ വിട്ടെറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണോ മുടിയനായ പുത്രൻ, അതോ ആ കഥയിലെ ആ വ്യക്തിയാണോ മുടിയനായ പുത്രൻ? അവൻ കറക്റ്റായിട്ട് തൻ്റെ പിതാവിലേക്ക് നടന്നെടുത്ത പുരുഷനാ. അവൻ മുടിയനായ പുത്രനല്ല. നമ്മൾ പലപ്പോഴും പാപത്തിൽ തന്നെ തുടരുന്നു എങ്കിൽ നമ്മളാണ് ശരിക്കുള്ള മുടിയനായ പുത്രൻ. വേറെ ആരുടെ മേലത് ചാപ്പ കുത്തണ്ട, വേറെ ആരുടെ മേലത് നെയിം പ്ലേറ്റ് അടിച്ചു വയ്ക്കണ്ട. നമ്മുടെ തന്നെയാണ് ആ മുടിയനായ പുത്രൻ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാര്യങ്ങൾ ചെയ്തതിനെ ആലോചിക്കുന്നത് മാത്രമല്ല, അതിന് ചെയ്യാതിരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മാറ്റിക്കളയുകയും ചെയ്തതാണ്. അതിന് നമുക്ക് തയ്യാറാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പാപമൊന്നുമില്ല എന്ന് പറയുന്നവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവരൊന്നും ഒരു പ്രശ്നമേ ഇല്ല ദൈവത്തിന്. ആയിക്കോട്ടെ, പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ മാറ്റുവാനായിട്ട്, അതിനെ തുടച്ചു മാറ്റുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ചെല്ലാവോ?
ആ മുടിയനായ എന്ന് പറയുന്ന പുത്രൻ തിരിച്ചപ്പന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അപ്പനെന്നും കാത്തു നിൽക്കുക അതിന്റെ വരവിന് വേണ്ടിയിട്ട്. നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പിതാവുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, മാനസാന്തരപ്പെടാത്തവരെ കുറിച്ച് ദൈവം ഇന്ന് ദുഃഖിക്കുന്നു. എത്ര പ്രസംഗം കേട്ടതുകൊണ്ടോ എത്ര വേദപഠനം ചെയ്തതുകൊണ്ടോ ഒരു കാര്യവുമില്ല. മാനസാന്തരപ്പെടുവേൻ. മാനസാന്തരപ്പെടാത്ത ഒരു ദേശത്തെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് എന്താ? അവിടെ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു, പല കാര്യങ്ങൾ ദൈവം ചെയ്തു. പക്ഷെ മാനസാന്തരത്തെ കുറിച്ച് അവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് യേശുക്രിസ്തു അവരോട് എന്താ പറഞ്ഞത്? സോരിനും സീദോനിനും അവസാനം നിങ്ങളെക്കാൾ സഹിക്കാവതാകും. ഇതാണ് ദൈവം യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളത്. മാനസാന്തരപ്പെടാത്തൊരു വിശ്വാസി ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ്. ചാൾസ് സ്പർജൻ എന്ന് പറഞ്ഞ ആൾ പറയുന്ന റിപ്പന്റൻസിനെ കുറിച്ച് പറഞ്ഞത്, റിപ്പന്റൻസ് വിൽസ് ബോൺ അറ്റ് ദ ഫുട്ട് ഓഫ് ക്രോസ്. ക്രൂശിന്റെ ചുവട്ടിലാണ് റിപ്പന്റൻസ് ജനിക്കുന്നത്. ആ ക്രൂശിൽ മാത്രമേ ആ പാപത്തിന്റെ വേദന നിനക്ക് അറിയത്തുള്ളൂ, അതിന്റെ വില നിനക്ക് അറിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണാടി നോക്കി നമ്മുടെ മുഖത്തെയാണ് കാണുന്നത്. അതും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അല്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 22, 23, 24, 25 വാക്യങ്ങളിൽ യാക്കോബിന്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 22, 23, 24, 25. എങ്കിലും വചനം കേൾക്കെ മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. പലപ്പോഴും ദൈവവചനം നമ്മളോട് ഈ സംസാരിക്കുമ്പോൾ, ദൈവം പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുമ്പോൾ, അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം കണ്ണാടിയിൽ നമുക്ക് അതിൻ്റെ മോശമായിട്ടുള്ള എല്ലാ വശങ്ങളും ദൈവവചനം കാണിച്ചു തരും. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ടൊന്ന് എഴുന്നേൽക്കുമ്പോഴോ ആ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ ഓർത്തതുപോലെ അതിനെ മറന്നു പോകുന്നവരായി നമ്മൾ മാറുകയാണ്. കേട്ടിട്ട് വചനം കേൾക്ക മാത്രം ചെയ്യാതെ അത് ചെയ്യുന്നവരായിട്ട് ഇരിപ്പിൻ. അതല്ലെങ്കിൽ ചെയ്യാതിരുന്നാൽ സ്വയം ചതിക്കുന്ന സെൽഫ് ഡിസപ്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയാകുമോ? മറ്റുള്ളവരിലേക്കൊന്നും നിങ്ങൾ നോക്കണ്ട, മറ്റുള്ളവരിലേക്കൊന്നും നിങ്ങളുടെ കൈവിരൽ ചൂണ്ടവേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും പാപങ്ങൾ ദൈവം പറഞ്ഞു തന്നിട്ടും നിൽക്കുന്നുണ്ടോ? ദൈവം ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടും ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ? പാപത്തിന് ഒത്താശ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? ഇസബേലിന്റെ ചരിത്രം നാം കാണുന്നു. അവളുടെ ശവം പോലും നേരെ കിട്ടിയില്ല. എത്രയോ സീരിയസ് ആയിട്ടാണ് ദൈവം ഡീൽ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സിൻ ഈസ് മോർ പവർഫുൾ ആണ്. അത് വളരെ വശീകരിക്കാൻ ശക്തിയുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലോ പേപ്പറുകളിലോ ഞാനിങ്ങനെ പറയട്ടെ, ഇന്ന് നാളത്തേക്ക് വേണ്ടി നിങ്ങൾ മാറ്റരുത്. ഇത് ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മാറ്റരുത്. നിങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തി തരുന്ന ദിവസം, നൗ ഓർ നെവർ, ബോധ്യപ്പെടുത്തുന്ന പാപം ഇന്ന് തന്നെ നിങ്ങൾ മാറ്റിക്കളക, മാനസാന്തരപ്പെടുക. ഏതെങ്കിലും 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതാൻ പാപങ്ങളുണ്ടോ? നിങ്ങളുടെ ഹൃദയങ്ങൾ പേപ്പറിൽ എഴുതിയാൽ അടുത്തുള്ളവർ കാണുമെന്ന് ഒരു പക്ഷെ പേടിയുണ്ടായിരിക്കാം. ദൈവം എല്ലാം കാണുന്നു. ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പാപങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എഴുതുവാനായിട്ട് സാധിക്കുമോ? അതിനെ മാറ്റിക്കളയുവാൻ ഞാൻ തയ്യാറാണെന്ന് ദൈവസന്നിധി പറയാവോ? അതിനെ മാറ്റിക്കളയാനുള്ള പ്രോസസ്സ് നീ ചെയ്യാവോ? ആ സ്റ്റെപ്പ് നിനക്കെടുക്കുവാനായിട്ട് കഴിയുമോ? അതിനുവേണ്ടി ദൈവം നിന്നോട് ചോദിക്കുക. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദിസ്, there is another example in the Bible. There is a Pharaoh in Exodus. ഫറവോൻ എന്ന് പറയുന്ന ഒരുത്തരുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ ഫറവോന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഫറവോൻ മോശയോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പറഞ്ഞ വ്യക്തിയാ അല്ലേ? പക്ഷെ അവന്റെ ഹൃദയം എങ്ങനെ കഠിനപ്പെട്ടു! ഓരോ ശിക്ഷ കഴിയുമ്പോഴും, ഓരോ വാണിക കഴിയുമ്പോഴും അവന്റെ ഹൃദയം കഠിനപ്പെട്ട് കടലിൽ താഴ്ന്നു പോകുന്ന രീതിയിൽ അത്രയും കനമുള്ളതായിട്ട് മാറിയതേ. ഞാൻ അങ്ങനെ പറയട്ടെ,
അവന്റെ ഹൃദയം അവൻ കടലിൽ താണുപോയി. അവന് പിന്നെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് പോലുമില്ല ദൈവം. അവന്റെ ഹൃദയം അത്രയ്ക്ക് കഠിനപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, വചനം കേട്ട് കേട്ട് വചനം വായിച്ചു ദൈവം പറഞ്ഞു തന്നിട്ടും പിന്നെയും പറഞ്ഞിട്ടും ആ പാപത്തിൽ നീ തുടരുന്നുവെങ്കിൽ, ആ ബന്ധങ്ങൾ നീ ഉപേക്ഷിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യങ്ങൾ നീ പിന്നെയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വ്യക്തികളുമായിട്ട് പിന്നെയും സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിൽ, ദൈവം അതിനെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഒരാളും കാണാതെ വണ്ണം കടലിലേക്ക് ദൈവം അവനെ തള്ളിവിട്ടു അല്ലേ. പ്രിയമുള്ളവരെ, ഫേക്ക് റിപ്പൻറ്റൻസ് അല്ല ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു ഇമോഷണൽ ഡ്രാമയല്ല ദൈവത്തിന് വേണ്ടത്. നിന്റെ ഒരു കരച്ചിൽ മാത്രമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവം ചോദിക്കുക, നീ എനിക്ക് വേണ്ടി ആ തീരുമാനമെടുത്ത് കാൽച്ചുവട് എൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുവരാമോ എന്ന് ദൈവം ചോദിക്കുക. കൊണ്ടുവരാമോ? ദൈവത്തിന്റെ അടുക്കലേക്ക് വരാനായിട്ട് നിനക്ക് സാധിക്കുമോ? സാധിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ ആരും സ്വന്തമായിട്ടത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണ്ട. ആ വരണ്ട കൈയുള്ള മനുഷ്യൻ, ദൈവം പറയുകയാണ്, നീ എൻ്റെ ആ കരങ്ങൾ എൻ്റെ അടുത്തേക്കൊന്ന് നീട്ട്. നീ ഒന്ന് നീട്ടിയാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. ദൈവം ചെയ്തോളും. നീ ആ പ്രോസസ്സ് ചെയ്യ്. നീ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ റിമൂവ് ചെയ്യ്, കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയ്, കത്തിച്ച് കളയേണ്ട കാര്യങ്ങളെ കത്തിച്ച് കളയ്, മാറ്റേണ്ട ബന്ധങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കളയ്. സിൻ ഈസ് വെരി ഡേഞ്ചറസ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. കിൽ സിൻസ് ബിഫോർ ഇറ്റ് കിൽസ് യു. ആ പാപത്തെ കൊന്നുകളക, അല്ലെങ്കിൽ അത് നിന്നെ കൊല്ലും. ഞാൻ പറഞ്ഞല്ലോ, സിൻ എന്ന് പറയുന്ന 3 ലെറ്റർ വേർഡ് ഈസ് പവർഫുൾ ആണ്. അത് യു എന്ന് പറയുന്ന 3 വേർഡിനെ തകർത്ത് കളയുന്നതാണ്. അത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള 3 ലെറ്റർ വേർഡായിട്ടുള്ള ഗോഡിൽ നിന്ന് നിന്നെ അകറ്റി കളയുന്ന വേർഡാണ്. സിൻ ഈസ് പവർഫുൾ. എന്തുകൊണ്ടാണ് സിൻ ഇത്ര പവർഫുൾ ആയ? ബിക്കോസ് ഗോഡ് ഈസ് ഹോളി. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ശക്തി കാരണം ആ സിന്നിന് ഇത്ര ശക്തി വന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ രാവിലെ കേട്ടല്ലോ, സിൻ ഈസ് പവർഫുൾ. സിൻ വിൽ കിൽ യു. കിൽ ഇറ്റ് ബിഫോർ ഇറ്റ് കിൽസ് യു. നിന്റെ പാപം കൊല്ലുന്നതിന് മുൻപ് നീ പാപത്തെ കൊല്ലുവാനായിട്ട് തയ്യാറാവുമോ? എന്താ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, 16-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുക. മറ്റൊരു അടുത്ത് പറയുന്നുണ്ട്, സന്തോഷത്തിന്റെ പരിപൂർണത. പലപ്പോഴും ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെയാണ് നമ്മളിരിക്കുന്നത്. പാപങ്ങളെ God is more worrying about saints are sinning more than sinners are sinning. പാപികൾ പാപം ചെയ്യുന്നതിനേക്കാൾ ദൈവത്തിന് വിഷമം വിശ്വാസികൾ പാപം ചെയ്യുന്നതാ. നിങ്ങളുടെ പാപം നിങ്ങളെ മാറ്റിയില്ലെങ്കിൽ it will kill you. It will definitely kill you. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.